നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. തൊഴിൽ പൂരം അഭംഗുരമായി തുടരുമെന്ന് മന്ത്രി കെ രാജൻ. ജില്ലയിൽ ഈ വർഷം 50,000 പേർക്ക് തൊഴിൽ നൽകുമെന്ന് TM തോമസ് ഐസക്. പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ വിശുദ്ധ മാർ അബിമലക് തിരുമേനിയുടെ 80ാം ഓർമ്മ തിരുനാൾ ഏപ്രിൽ 30, മെയ് 1 തീയതികളിൽ ആഘോഷിക്കുമെന്ന് മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പോലീത്ത. ആശാവർക്കർമാർക്ക് സിവിൽ സമൂഹം എല്ലാ മാസവും 1000 രൂപ ഓണററിയം നൽകുന്ന ചടങ്ങ് മെയ് 1 സാറ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. ഔഷധിയും തൃശൂർ പ്രസ് ക്ലബ്ബും സംഘടിപ്പിക്കുന്ന വീരനാട്യം കൈക്കുട്ടിക്കളി ഏപ്രിൽ 29 പൂരപ്രദർശന നഗരിയിൽ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS ഉദ്ഘാടനം ചെയ്യും. വിശദമായ വാർത്തകളിലേക്ക്. തൊഴിൽ പൂരം അഭംഗുരമായി തുടരുമെന്ന് മന്ത്രി കെ രാജൻ. ജില്ലയിൽ ഈ വർഷം 50,000 പേർക്ക് തൊഴിൽ നൽകുക ലക്ഷ്യമെന്ന് ഡോക്ടർ TM തോമസ് ഐസക്. തൊഴിൽ പൂരത്തിന്റെ കൊടിയേറ്റം ഇന്നലെ നടന്നു. അഭംഗുരമായി തുടരാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നു. ജില്ലയിൽ ഈ വർഷം 50,000 പേർക്ക് തൊഴിൽ നൽകാൻ ലക്ഷ്യമിടുന്നു. രാമനിലയത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഇവർ. തൊഴിൽ പൂരത്തിൽ ഇതുവരെ 1246 പേർക്ക് ഓഫർ ലഭിച്ചു. 613 പേർക്ക് ഓൺലൈൻ അഭിമുഖങ്ങൾ, 633 തൊഴിലന്വേഷകർക്ക് തൊഴിൽ മേളയിൽ ജോലി ലഭിച്ചു. 4330 തൊഴിലന്വേഷകർ പങ്കെടുത്തു. മേളയിൽ പങ്കെടുത്ത ഉദ്യോഗാർത്ഥികളിൽ തൊഴിൽ ലഭിക്കാത്തവരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തവരെയും ഉൾപ്പെടുത്തി മെയ് 18 മുതൽ 24 വരെ പ്രത്യേക അഭിമുഖങ്ങൾ ഒരുക്കും. രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും മേളയിൽ പങ്കെടുക്കാം. മുനിസിപ്പൽ കോർപ്പറേഷന്റെ തൊഴിൽ പൂരത്തിന്റെ അവസാന ദിവസം മെയ് 24 ഗൾഫിലേക്ക് ഇലക്ട്രീഷ്യൻ, പ്ലംബർ, വെൽഡർ, മെയ്സൺ തുടങ്ങിയ കൺസ്ട്രക്ഷൻ ജോലികൾക്കും അക്കൗണ്ടന്റുമാർക്കും വേണ്ടി റിക്രൂട്ട്മെന്റ് സംഘടിപ്പിക്കുന്നുണ്ട്. അടുത്ത 2 ആഴ്ച ജില്ലയിലെ മുഴുവൻ പ്രാദേശിക സംരംഭകരുമായി ബന്ധപ്പെട്ട പ്രാദേശിക തൊഴിലുകൾ സമാഹരിക്കാൻ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ടീമുകൾക്ക് രൂപം നൽകുന്നുണ്ട്. പ്രാദേശിക ജോലികളിൽ തൊഴിലെടുക്കാൻ സന്നദ്ധരായ വീട്ടമ്മമാരെ കണ്ടെത്താൻ ജനപ്രതിനിധികളുടെയും കുടുംബശ്രീയുടെയും DRPമാരുടെയും നേതൃത്വത്തിൽ സ്ക്വാഡുകൾ പ്രവർത്തിക്കും. മെയ് 3-ാം വാരം പ്രാദേശിക ജോലികൾക്ക് ചെറുമേളകൾ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടക്കും. തങ്ങൾക്ക് ആവശ്യമുള്ള ജോലിക്കാരെ പ്രാദേശികമായി ജോലി ചെയ്യുന്നതിന് സന്നദ്ധരായവരുടെ ലിസ്റ്റിൽ നിന്ന് തിരഞ്ഞെടുക്കാം. നൈപുണ്യ പരിശീലനം തൊഴിൽ ദാതാക്കളുമായി ചർച്ച നടത്തി ലഭ്യമാക്കും. തൊഴിൽ പൂരത്തിന് തിരശ്ശീല വീഴുമ്പോൾ 20,000 പേർക്കെങ്കിലും ജോലി നൽകാനുള്ള ദൌത്യം പൂർത്തിയാക്കാനാകുമെന്ന് ഡോക്ടർ TM തോമസ് ഐസക് അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, വിജ്ഞാന കേരളം കൺസൾട്ടന്റ് ഡോക്ടർ P സരിൻ എന്നിവർ പങ്കെടുത്തു. സാധാരണ നിലയിൽ നമ്മൾ തൃശ്ശൂർക്കാരോട് പൂരത്തിനെ കുറിച്ച് പറയേണ്ട കാര്യം, തൊഴിൽ പൂരത്തിന്റെ കൊടിയേറ്റായിരുന്നു ഇന്നലെ. തൊഴിൽ പൂരം അഭംഗുരം തുടരാനുള്ള പ്രവർത്തനത്തിലേക്കാണ് പോകുന്നത്. 18 മുതൽ 24 വരെയുള്ള ദിവസങ്ങളിൽ എൻ്റെ കേരളം പരിപാടി തൃശ്ശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ 4 വർഷക്കാലത്തെ ക്ഷേമ പ്രവർത്തനങ്ങൾ. അതിൻ്റെ ഭാഗമായി തൃശ്ശൂർ കോർപ്പറേഷനോടുകൂടി സഹകരിച്ചുകൊണ്ട് കുറെ കൂടി വിപുലമായിട്ടുള്ള തൃശ്ശൂർ പൂരത്തിൻ്റെ കണ്ടിന്യൂവേഷൻ നടക്കുന്നുണ്ട്. മെയ് മാസത്തിന്റെ തുടക്കത്തിൽ തദ്ദേശ പ്രവർത്തനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ നടക്കുന്ന തൊഴിൽ മേളകൾ തൊഴിൽ പൂരത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ മാസം അവസാനം തന്നെ ഞങ്ങളുടെ ടീം ഡോക്ടർ തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിൽ നോർക്കയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദേശത്തെ തൊഴിൽ ദാതാക്കളുമായിട്ടൊരു ആശയവിനിമയം നടത്തുന്നുണ്ട്. അതൊരുറപ്പിന് വേണ്ടിയാണ്. പോയി ആവശ്യപ്പെടുന്ന ജോലി കിട്ടാതെ കറങ്ങി തിരിഞ്ഞു വന്ന് വിജ്ഞാന കേരളത്തിന്റെ പുറത്ത് ഏതെങ്കിലും വിധത്തിലൊരു പരാതി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പരാതിക്ക് ഒരു പഞ്ഞുമില്ലാത്ത കാലമാണല്ലോ. അപ്പം അതുകൊണ്ട് നോർക്കയിൽ വെച്ചുകൊണ്ട് വളരെ ആധികാരികമായിട്ടുള്ള അവരുടെ കൂടി നിർദ്ദേശം കേട്ട് ഞങ്ങൾ നേരിട്ട് തൊഴിൽ പൂരവുമായി ബന്ധപ്പെട്ട് നോർക്ക വഴി രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളോട് കൂടി സഹകരിച്ചുകൊണ്ട് വിദേശത്തേക്ക് തൊഴിലിന് വേണ്ടി പോകാൻ കഴിയുന്ന ആളുകളുടെ ഒരു പ്രത്യേക മേളയുടെ ഭാഗമായി, പൂരത്തിൻ്റെ ഭാഗമായി പ്രത്യേക ഒരു മേള കൂടി നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കിപ്പോൾ ITI അങ്ങനെ തുടങ്ങുന്ന ഫൈനൽ ഇയർ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ പലയിടത്തും ഉയർന്ന തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്യാമ്പസ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഇപ്പോൾ ചില സ്ഥാപനങ്ങൾ അന്വേഷിച്ച് നമ്മുടെ മക്കളൊക്കെ പുറത്ത് സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ രക്ഷകർത്താക്കൾ പറയുന്നത് അവിടെ പഠനം കഴിയുന്നതോടൊപ്പം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ഉണ്ടാകും എന്നാണ്. നമ്മുടെ സാധാരണ സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നമ്മൾ കേട്ടിട്ടില്ലല്ലോ. പക്ഷേ ഇപ്പോൾ ഫൈനൽ ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്
പ്രത്യേകമായിട്ടുള്ള ചില നൈപുണ്യ പരിശീലനം ആവശ്യമെങ്കിൽ അതുകൂടി കൊടുത്തുകൊണ്ട് പിന്നെ സ്ഥാപനം വിട്ട് റിസൾട്ട് വരുന്നതോടുകൂടി തന്നെ ജോലി ലഭ്യമാക്കാൻ കഴിയുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള വിഭാഗത്തിൽപ്പെടുന്ന നൈപുണ്യ പരിശീലനം കഴിഞ്ഞ് അവർക്ക് കൂടി ട്രെയിനിങ് നടത്താവുന്ന സംവിധാനമുണ്ട്. തൃശ്ശൂർക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ മടത്തിൽ വരവും പിന്നെ കുടമാറ്റവും വെടിക്കെട്ടും ഒക്കെ പൂരക്കാഴ്ചകളുടെ ഭാഗമാണെന്നുള്ളത് കൊണ്ട് പോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മുഴുവൻ അനുഭവങ്ങളെയും വെച്ചുകൊണ്ട് ഈ തൊഴിൽ പൂരത്തെ ഒരു മാസക്കാലം കൂടി നീണ്ടു നിൽക്കുന്ന പരിപാടികളിലൂടെ സമ്പന്നമാക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. 50,000 പേർക്ക് ഈ വർഷം തൃശ്ശൂർ ജില്ലയിൽ തൊഴിൽ നൽകലാണ് ലക്ഷ്യം. അതിൽ 20,000 പേർക്ക് മെയ് മാസം അവസാനിക്കും മുമ്പ് ഇവിടെ നടത്തിയ ഈ മെഗാ തൊഴിൽ മേള, തൃശ്ശൂർ തൊഴിൽ പൂരത്തിന് തുടക്കം കുറിച്ചുള്ള മെഗാ തൊഴിൽ മേളയുടെ ഏറ്റവും വലിയ നേട്ടം ഇങ്ങനെ തൊഴിൽ കൊടുത്തത് മാത്രമല്ല, ഇത്രയും പേർക്ക് ഇനിയുള്ള പ്രവർത്തനങ്ങൾക്കുള്ളൊരു സംഘടന കൃത്യമായിട്ടുണ്ടായി. അപ്പൊ നമ്മളൊന്നും ഇവിടെ വന്ന് പുറത്തുനിന്ന് നിൽക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ തൃശ്ശൂർ കോർപ്പറേഷനാണ് 6 ദിവസത്തെ തൊഴിൽമേളയുടെ മുഴുവൻ സംഘാടനവും സ്വയം ഏറ്റെടുത്ത് നടക്കുന്നു. അവർ 10,000 പേർക്കെങ്കിലും ജോലി കൊടുക്കുമെന്നുള്ള വാശിയിലാണ്. ഈ 50,000 പേർക്ക് ജോലി കൊടുക്കുമെന്ന് പറയുമ്പോൾ ചിലരുടെ മനസ്സിലെങ്കിലും ഉണ്ടാവും, ഇത്രയും പേരൂടെ ഉണ്ടോ ജോലി അന്വേഷിച്ച്. അത് കാണണമെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ വീട്ടമ്മമാരായിട്ട് കഴിഞ്ഞുകൂടുന്ന അഭ്യസ്തരായ സ്ത്രീകളും തൊഴിലന്വേഷകരായിട്ട് കാണും. അവര് രജിസ്റ്റർ ചെയ്തിട്ടില്ല, അന്വേഷിക്കാൻ പോണില്ല. പക്ഷേ അവരിപ്പോ വീട്ടമ്മയാണെന്ന് പറയുമെങ്കിലും അവർക്ക് ജോലി ചെയ്യാൻ പ്രാപ്തിയുണ്ട്, കഴിവുണ്ട്. ഒറ്റ കൺസ്ട്രെയിൻ്റേ ഉള്ളൂ, വീടിനടുത്തായിരിക്കും അല്ലെങ്കിൽ വീട്ടിനുള്ളിരുന്നുണ്ട്. അങ്ങനെയുള്ള ഡിജിറ്റൽ ജോലികളുണ്ട്. പക്ഷെ ഞാൻ നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം, ഇന്ത്യയിലെ പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ വിശുദ്ധ മാർ അബിമലക് തിമത്യോസ് തിരുമേനിയുടെ 80-ാം ഓർമ്മ തിരുനാളും സഭയിലെ ദിവംഗതരായ സഭാപിതാക്കന്മാരുടെ ഓർമ്മ ദിനവും സമൂഹ സദ്യയും സമുചിതമായി ഏപ്രിൽ 30, മെയ് 1 തീയതികളിൽ ആചരിക്കുന്നു. ഏപ്രിൽ 30 ബുധനാഴ്ച റംഷ പ്രാർത്ഥനയും തിരുനാൾ പ്രദക്ഷിണവും. മെയ് 1 തീയതി വ്യാഴാഴ്ച രാവിലെ 7 മണിക്ക് തൃശൂർ മാർത്തുമറിയം വലിയപള്ളി കത്തീഡ്രലിൽ അഭിവന്ദ്യമാർ ഔഗ്യൻ കുര്യാക്കോസ് മെത്രാപ്പോലിത്തയുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന. പള്ളി അങ്കണത്തിൽ കുരുവിളച്ചൻ പള്ളിയിൽ വിശുദ്ധ ഗബ്രിങ്കൽ ധൂപപ്രാർത്ഥന. ദിവംഗതരായ സഭാപിതാക്കന്മാരുടെ അന്നീത ശുശ്രൂഷ രാവിലെ 10:30 സമൂഹ സദ്യ. 11 മണിക്ക് തൃശൂർ മാർത്തുമറിയം വലിയപള്ളി അങ്കണത്തിൽ പ്രത്യേക പന്തലിൽ അനുസ്മരണ സമ്മേളനവും അഖിലേന്ത്യാ പൗരസ്ത്യ അവാർഡ് പ്രഖ്യാപനവും നടക്കും. കടങ്ങാട് ഭദ്രാസനാധിപൻ ഡോക്ടർ തോമസ് മോർ അത്തനേഷ്യസ് മെത്രാപ്പോലിത്ത അനുസ്മരണ സന്ദേശം നൽകും. റവന്യൂ മന്ത്രി കെ രാജൻ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, അഭിവന്ദ്യമാർ ടോണി നീലങ്കാവിൽ, കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ്, MLA പി ബാലചന്ദ്രൻ, MLA സേവർ ചിറ്റിലപ്പള്ളി എന്നിവർ മുഖ്യാതിഥികളായിരിക്കും. ഭക്തസംഘടനകളുടെ വിവിധ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. കേന്ദ്ര മെൻസ് അസോസിയേഷൻ ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലുമായി സഹകരിച്ച് സൗജന്യ നേത്ര പരിശോധന ക്യാമ്പും ENT, ബ്ലഡ് ഷുഗർ, ബ്ലഡ് പ്രഷർ പരിശോധന ക്യാമ്പുമുണ്ട്. കേന്ദ്ര മഹിളാ സമാജം സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു. ജാതിമത ഭേദമന്യേ എല്ലാ ജനവിഭാഗത്തിന്റെയും പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നു. 15,000 പേർക്കുള്ള സദ്യയും ഒരുക്കുന്നുണ്ട്. സഭയുടെ മീഡിയ സെന്ററിൽ വെച്ച് നടന്ന പത്രസമ്മേളനത്തിൽ പൗരസ്ത്യ കൽദായ സുറിയാനി സഭ മേലധ്യക്ഷൻ മാർ ഔഗ്യൻ കുര്യാക്കോസ് മെത്രാപ്പോലിത്ത, വികാരി ജനറൽ ഫാദർ ജോസ് ജേക്കബ് ബേങ്ങാശ്ശേരി, ക്ലർജി കൌൺസിൽ സെക്രട്ടറി ഫാദർ KR ഈനാശു, ബോർഡ് ഓഫ് സെൻട്രൽ ട്രസ്റ്റീസ് ചെയർമാൻ അബി ജെ പൊന്മാണിശ്ശേരി എന്നിവർ പങ്കെടുത്തു. സഭയുടെ വിശുദ്ധ മാർ അബിമലക് തിമത്യോസ് തിരുമേനിയുടെ 80-ാം ഓർമ്മ തിരുനാളും അതോടൊപ്പം ഇന്ത്യയിൽ കാലം ചെയ്ത എല്ലാ അഭിവന്ദ്യ പിതാക്കന്മാരുടെ ഓർമ്മ ദിനവും ഒരുമിച്ചാണ് ആഘോഷിക്കുന്നത്. സാധാരണ രീതിയിൽ എല്ലാ വർഷവും മെയ് 1 തീയതിയാണ് നമ്മളുടെ സമൂഹ സദ്യയായിട്ട് അത് നടത്താറ്. പ്രത്യേകിച്ചും 2019 അബിമലക് തിരുമേനിയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചതിന് ശേഷം 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. തിരുനാളായിട്ട് തലേദിവസം
അത് വൈകിട്ട് റംശ പ്രാർത്ഥനയും അതിനുശേഷം പ്രദക്ഷിണവും അതിന് ശേഷം 8 ദിവസം രാവിലെ കുർബാനയും കബറിൽ ധൂപ പ്രാർത്ഥനയും അന്നീത ശുശ്രൂഷയും അതിനുശേഷം അനുസ്മരണ സമ്മേളനവും അതുപോലെ സമൂഹ സദ്യയും ഇങ്ങനെ ആയിട്ട് വിപുലമായിട്ടാണ് നടത്തുന്നത്. പ്രത്യേകിച്ചും അഭിമല തിമോത്തിയോസ് തിരുമേനിയെ തൃശ്ശൂർക്കാർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഏകദേശം 37 കൊല്ലത്തോളം തൃശ്ശൂർ മെത്രാപ്പോലിത്തയായിട്ട് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. മാത്രമല്ല നമ്മുടെ നാട്ടുകാർ പലരും, അതായത് ജാതിമത ഭേദമന്യേ എല്ലാവരും തിരുമേനിയുടെ കബറിൽ വന്ന് അനുഗ്രഹം പ്രാപിക്കുകയും അവരുടെ സൗഖ്യത്തിനും അതുപോലെ തന്നെ അവരുടെ നന്മയ്ക്കുമായിട്ട് പ്രാർത്ഥിക്കുകയും അനുഗ്രഹങ്ങൾ നേടുകയും ചെയ്തത് നമുക്കറിയാം. അതോടൊപ്പം തന്നെ നിങ്ങൾ അറിയുന്ന മറ്റു പിതാക്കന്മാർ മാർ ഔദീശോ, മാർ തോമോ ധർമ്മോ, മാർ തിമോത്തിയോസ് രണ്ടാമൻ, അതുപോലെ പൗലോസ് മാർ പൗലോസ്, ഈ തിരുമേനിമാരുടെ ഓർമ്മ ദിനം ഇന്ന് തന്നെയാണ് മെയ് 1-ാം തീയതി ആചരിക്കുന്നത്. ഇവരുടെ എല്ലാവരുടെയും ഓർമ്മ ദിനം നമ്മൾ ഒരുപാട് സാമൂഹിക പ്രതിബദ്ധതയുള്ള കാര്യങ്ങളും കൂടെ കൂട്ടിച്ചേർത്താണ് ഇവിടെ ചെയ്യുന്നത്. സമൂഹ സത്യം എന്നതിനേക്കാൾ ഉപരിയായിട്ട് സഭയിലെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രോഗ്രാമുകൾ നമ്മൾ ചെയ്യും. അതിൽ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുണ്ട്, നേത്ര പരിശോധന ക്യാമ്പുണ്ട്, അതുപോലെ തന്നെ സൗജന്യമായിട്ടുള്ള സൗജന്യ EMT ബ്ലഡ് ഷുഗർ, ബ്ലഡ് പ്രഷർ പരിശോധന ക്യാമ്പ്, ഹോമിയോ മെഡിക്കൽ ക്യാമ്പ്, അങ്ങനെ ഒരുപാട് ക്യാമ്പുകൾ ഇതുമായിട്ട് ഒരുമിച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രോഗ്രാമിന് വിശിഷ്ട അതിഥികളായിട്ട് ഈ കൊല്ലം നമ്മൾ വിളിച്ചിരിക്കുന്നത് നമ്മുടെ 2 പ്രധാനപ്പെട്ട തൃശ്ശൂരിൻ്റെ തന്നെ മന്ത്രിമാരുണ്ട്. അന്ന് നമ്മുടെ രാജൻ മിനിസ്റ്റർ, എൻ്റെ ബിന്ദു മേഡം, 2 പേര് നമുക്കുണ്ട്. അതോടൊപ്പം ഇതിനകത്ത് ഓർത്തഡോക്സ് സഭയിൽ നിന്നുള്ള തോമസ് മാർ അത്തനാസിയസ് ബിഷപ്പ് വരുന്നുണ്ട്. അദ്ദേഹം അദ്ദേഹം ഈ സമയത്ത് ഒരു സന്ദേശം നൽകുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ MLA, MP, മറ്റ് രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിലുള്ള പ്രഗത്ഭരായിട്ടുള്ളവരെ നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ള കാര്യങ്ങൾ. തൃശൂർ കോർപ്പറേഷനിൽ 1 കോടി രൂപ ചിലവ് ചെയ്ത് നിർമ്മിച്ച മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സംവിധാനം തദ്ദേശ സ്വയംഭരണ മന്ത്രി ഉദ്ഘാടനം ചെയ്ത് 5 മാസം പിന്നിട്ടിട്ടും മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സംവിധാനത്തിൽ കാറുകൾ പാർക്കിംഗ് ചെയ്യാൻ അനുവദിക്കാതെ സംവിധാനം അടച്ചുപൂട്ടിയതിനെതിരെ കോൺഗ്രസ് കൌൺസിലർമാർ നടത്തിയ പ്രതിഷേധ സമരം പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾ കളിക്കുന്ന വലിയ ടോയ് കാർ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്ത് നടത്തിയ പ്രതീകാത്മക സമരമാണ് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ ഉദ്ഘാടനം ചെയ്തത്. നിരന്തരം വാർത്തകൾ വന്നിട്ടും കൌൺസിലിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടും മൾട്ടി ലെവൽ പാർക്കിംഗ് സംവിധാനം എന്തുകൊണ്ടാണ് തുറന്ന് പ്രവർത്തിക്കാത്തതെന്ന് മേയറും LDF നേതൃത്വവും മൗനം പാലിക്കുകയാണ്. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഉടമകൾക്ക് ബലക്ഷയം പരിശോധിക്കാനുള്ള ആശങ്കയുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി സ്ഥാപിച്ച് തൃശൂർ നെഹ്റു പാർക്കിലെ മ്യൂസിക്കൽ ഫൗണ്ടൻ, റോഡ് ശുചീകരണത്തിന് വേണ്ടി വാങ്ങിയ യാന്ത്രികൻ, ഇതൊന്നും പ്രവർത്തിക്കുന്നില്ലെന്നും കോടികളുടെ നഷ്ടം സംഭവിച്ചതിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും രാജൻ ജെ പല്ലൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ഉപനേതാവ് EV സുനിൽ രാജ് അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജയപ്രകാശ് പൂവത്തിങ്കൽ, മുകേഷ് കൂളപ്പറമ്പിൽ, ശ്യാമള മുരളീധരൻ, കൌൺസിലർമാരായ K രാമനാഥൻ, ലാലി ജെയിംസ്, AB വർഗീസ്, ലീല വർഗീസ് തുടങ്ങിയവരും പങ്കെടുത്തു. മുക്കാട്ടുകര സെന്റ് ജോർജസ് ദേവാലയത്തിൽ 242ാമത് സംയുക്ത തിരുനാൾ പരിശുദ്ധ പാപ്പയുടെ ദേഹവിയോഗത്തിൽ ആദരസൂചകമായി ആഘോഷങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി ഭക്തിസാന്ദ്രമായി സമാപിച്ചു. കരിമരുന്ന് പ്രയോഗവും ഗാനമേളയും എല്ലാ ബാഹ്യ ആഘോഷങ്ങളും ദേവാലയത്തിലും ഇടവകയിലെ മുഴുവൻ വീടുകളിലും വേണ്ടെന്ന് വെച്ചു. ശനിയാഴ്ച കൂടുതുറക്കൽ ചടങ്ങിന് പുതുക്കാട് ഫൊറോന വികാരി ഫാദർ പോൾ തേക്കാരത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ദേവാലയത്തിനകത്ത് നിന്ന് വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും വിശുദ്ധ ഗീവർഗീസിന്റെയും കന്യകാമറിയത്തിന്റെയും തിരുസ്വരൂപങ്ങൾ ദേവാലയ അങ്കണത്തിൽ തയ്യാറാക്കിയ നേർച്ചപ്പന്തലിൽ പ്രതിഷ്ഠിച്ചു. വൈകുന്നേരത്തോടുകൂടി ആഘോഷങ്ങൾ ഒഴിവാക്കി കുടുംബ കൂട്ടായ്മകളിൽ നിന്ന് ജപമാല ചൊല്ലി വിശുദ്ധരുടെ ഗീതങ്ങൾ ആലപിച്ച് പ്രാർത്ഥന നിർഭരമായ അമ്പുപ്രദക്ഷിണങ്ങൾ ദേവാലയത്തിൽ സമാപിച്ചു. തിരുനാൾ ദിനം രാവിലെ
ദിവ്യബലിക്ക് വികാരി ജനറൽ റവറൻ ഫാദർ ജോസ് കോനിക്കര മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സെന്റ് മേരീസ് മൈനർ സെമിനാരി റെക്ടർ ഫാദർ ജോയ് പുത്തൂർ തിരുനാൾ സന്ദേശം നൽകി. ഫാദർ പോൾ പൂവത്തിങ്കൽ സഹകാർമ്മികനായി. തിരുനാൾ ഇടവക അതിർത്തികൾ സഞ്ചരിച്ചുകൊണ്ട് നടത്തിയ പ്രദക്ഷിണത്തിന് ഇടവക വൈദികരായ ഫാദർ ലിജോ പതിപറമ്പൻ, ഫാദർ ഹാഡ്ലി നീലങ്കാവിൽ, ഫാദർ പോൾ പൂവത്തിങ്കൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാൻസിസ് പുത്തുക്കര എന്നിവർ കാർമ്മികരായി. പൊൻകുരിശുകളുടെയും പട്ടുകുടകളുടെയും അകമ്പടിയോടെ വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ വഹിച്ച് പ്രദക്ഷിണം ദേവാലയത്തിൽ സമാപിച്ചു. തിങ്കളാഴ്ച മരിച്ചുപോയവരെ സ്മരിച്ചുകൊണ്ട് ദിവ്യബലി നടന്നു. പ്രാർത്ഥനാ നിർഭരമായ ചടങ്ങുകൾക്ക് ഇടവക വികാരി ഫാദർ പോൾ പിണ്ടിയാൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാൻസിസ് പുത്തുക്കര, ബ്രദർ ജോബി വടയാട്ടുകുഴി, തിരുക്കുടുംബ സന്യാസ സമൂഹത്തിലെ സിസ്റ്റേഴ്സ്, തിരുനാൾ കൺവീനർ റോബിൻ പോൾ, ജോയിന്റ് കൺവീനർ ജോഷി CD, കൈക്കാരന്മാരായ വിൻസെന്റ് കവലക്കാട്ട്, CC സാജൻ, ജോൺസൺ പാലക്കൽ, ഡാനി ഡേവിസ്, PRO നിധിൻ ജോസ്, പ്രതിനിധി യോഗ സെക്രട്ടറി റെജി ഇരുമ്പൻ, കുടുംബ കൂട്ടായ്മ കൺവീനർ സെബിൻ C, ഭക്തസംഘടനാംഗങ്ങൾ, കുടുംബ കൂട്ടായ്മ പ്രതിനിധികൾ എന്നിവർ നേതൃത്വം നൽകി. പാപ്പായുടെ ദേഹവിയോഗത്തിൽ പ്രതിനിധി യോഗത്തിന്റെയും അമ്പു സമുദായ പ്രതിനിധികളുടെയും തിരുനാൾ കമ്മിറ്റിയുടെയും ഐക്യകണ്ഠേന തിരുനാൾ ആഘോഷങ്ങൾ ഒഴിവാക്കി നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. വളരെ ലളിതമായിട്ട് അതേസമയം വിശുദ്ധ കുർബാന ഈ കർമ്മങ്ങൾക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുത്തു. ഈ അവസരത്തിലെ അതിനായി മുന്നോട്ട് വന്ന നല്ല മനസ്സോടുകൂടി നിങ്ങൾ സഹകരിച്ച മറ്റു മതസ്ഥർക്ക് പോലും അതൊരു വലിയൊരു മാതൃകയായിട്ടാണ് തിരുനാൾ നമ്മൾ സിമ്പിളാക്കി നിങ്ങൾ കാണാൻ സാധിച്ചു. വികാരിയച്ഛനും കൊച്ചച്ഛനും കൈക്കാരന്മാർക്കും ഇടവകയിലെല്ലാവർക്കും എല്ലാ യൂണിറ്റിന്റെ ആളുകൾക്കും പ്രത്യേകം അഭിനന്ദനമാണ് ഈ അവസരത്തിൽ നേരുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും പരിശുദ്ധ പാപ്പായുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയതിന് തുല്യമാണ് ഈ തിരുനാൾ സിമ്പിളാക്കിയത്. ഒരിക്കൽ കൂടെ നിങ്ങളെല്ലാവരോടും നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. വിശുദ്ധന്റെ മാതാവിന്റെ അതുപോലെ തന്നെ സെബസ്ത്യാനോസിന്റെ ഒക്കെ ആദിസ്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും സമൃദ്ധമായി ഉണ്ടാകട്ടെ. തിരുനാൾ മിശിഹായുടെ ഉത്ഥാനം. നമ്മുടെ കർത്താവേശു മിശിഹ പീഡ സഹിച്ചു മരിച്ചതിന്റെ 3-ാം നാൾ ജയസന്തോഷങ്ങളോടെ ഉയർത്തെഴുന്നള്ളി എന്ന് ധ്യാനിക്കുക. ഔഷധിയും പ്രസ് ക്ലബും സംഘടിപ്പിക്കുന്ന രണ്ടാമത് വിനീത ഭരതനാട്യം കൈക്കുട്ടിക്കളി മത്സരം 29-ന് പൂരം പ്രദർശന നഗരിയിൽ കളക്ടർ ഉദ്ഘാടനം ചെയ്യും. 20 ടീമുകൾ പങ്കെടുക്കും. ഓരോ ടീമിനും 10 മിനിറ്റ് വീതമാണ്. ഒന്നാം സമ്മാനം 25,000, 15,000 രൂപ രണ്ടാം സമ്മാനം, 5,000 രൂപ മൂന്നാം സമ്മാനം. പങ്കെടുക്കുന്ന എല്ലാ ടീമിനും 1000 രൂപ യാത്രാഭത്ത നൽകുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ഔഷധി ചെയർപേഴ്സൺ ശോഭന ജോർജ്, കൃഷ്ണകുമാർ ആമലത്ത്, PM സുധ, ധനേഷ് കൃഷ്ണ എന്നിവർ പങ്കെടുത്തു. ടീമാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഈ മത്സരത്തിലെ ഒന്നാം സമ്മാനം 25,000 രൂപയും രണ്ടാം സമ്മാനം 15,000 നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ തന്നെ പങ്കെടുക്കുന്ന 20 ടീമിനും നമ്മൾ 1000 രൂപ വെച്ച് കൊടുക്കുകയാണ്. അവർക്ക് വണ്ടിക്കൂലി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു ചെറിയ ഒരു സപ്പോർട്ട്. അപ്പൊ ഇത്രയുമാണ്. ശരിക്കും നാളെ ഉച്ചയൊക്കെ 1 മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കും. 2 മണിക്ക് ഉദ്ഘാടന സമ്മേളനം, 2:30 പരിപാടി ആരംഭിക്കും. 10 മിനിറ്റാണ് ഒരു കൈകൊട്ടിക്കളി മത്സരത്തിന്റെ സമയം. നമ്മൾ കൃത്യമായ ഒരു ഗൈഡ് ലൈൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം തൃശ്ശൂർ പൂരവുമായി നടക്കുന്ന
ഒരു മത്സരം എന്നുള്ള നിലയിൽ ആ മത്സരത്തിലെ ഗാനങ്ങൾക്ക് അതിൻ്റെതായ ചില നിയന്ത്രണങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മണ്ണുത്തി വെള്ളാനിക്കര ടെൻസ് സ്വദേശി ആന്റണി കള്ളിയത്തിന് വിന്റർ എന്റർടൈൻമെന്റിന്റെ ഷോർട്ട് ഫിലിം ആൻഡ് മ്യൂസിക് ആൽബം അവാർഡ് നൈറ്റിൽ മികച്ച ഗായകനുള്ള അവാർഡ് ലഭിച്ചു. ആലുവയിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രീയ സാംസ്കാരിക നായകന്മാർ പങ്കെടുത്തു. MLA അൻവർ സാദത്താണ് ഭദ്രദീപം തെളിയിച്ചത്. സിനിമാ താരങ്ങളായ മാല പാർവതി, ബാദുഷ എന്നിവരും സംബന്ധിച്ചു. Next, the Best Singer Male award goes for Dr. Anthony Kalliyath. Badusha sir will be honoring him. The next ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടാ? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. സുരക്ഷാ കവചമായ മതിൽ പൊളിച്ചതിനെതിരെ പരാതി. വാഹനാപകടങ്ങൾ പെരുകുന്ന സാഹചര്യത്തിൽ വടക്കാഞ്ചേരി ഫൊറോന പള്ളിക്ക് മുൻപിൽ നിർമ്മിച്ച മതിലാണ് നഗരസഭാധികൃതരുടെ ഒത്താശയോടെ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിലേക്ക് വഴിയൊരുക്കാൻ 7 മീറ്ററോളം പൊളിച്ചു നീക്കിയത്. പൊതുമരാമത്ത് വകുപ്പിന്റെ അധീനതയിലാണ് റോഡിന്റെ ഓരത്തുള്ള പൊളിച്ചു നീക്കിയ മതിൽ. അധികൃതർ പോലീസിൽ പരാതി നൽകിയും പൊതുമരാമത്ത് വകുപ്പ് സ്റ്റോപ്പ് മെമ്മോയും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആശാവർക്കർമാർക്ക് സിവിൽ സമൂഹത്തിന്റെ ഓണറേറിയം പ്രഖ്യാപനവും വിതരണവും മെയ് 1 നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. മെയ് 1 4 മണിക്ക് തൃശൂർ പബ്ലിക് ലൈബ്രറിയുടെ പരിസരത്ത് സാറ ജോസഫ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. പ്രതിമാസം 1000 രൂപ വീതം നൽകും. ഇപ്പോൾ തൃശൂർ ജില്ലയിൽ മാത്രം. തുടർന്ന് എല്ലാ ജില്ലകളിലും സമാന ചിന്താധികാർ ഇത് ഉറപ്പാക്കും. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ MP സുരേന്ദ്രൻ, രക്ഷാധികാരി സാറ ജോസഫ്, K അരവിന്ദാക്ഷൻ, ഡോക്ടർ KP ഗോപിനാഥൻ, പ്രൊഫസർ കുസുമം ജോസഫ് എന്നിവർ പങ്കെടുത്തു. പറവട്ടാനി പള്ളിയുടെ എസ്റ്റേറ്റിലെ റബ്ബർ മരങ്ങൾ മോഷ്ടിച്ച കള്ളന്മാരെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ഉപവാസ കൂട്ടായ്മ ധർണ നടത്തി. തൃശൂർ പറവട്ടാനി ചർച്ച് സ്ക്വയർ അദ്ദായി സ്ലിഹ പള്ളിയുടെ റബ്ബർ എസ്റ്റേറ്റിലെ ടാപ്പിംഗ് നടത്തിക്കൊണ്ടിരുന്ന 54 റബ്ബർ മരങ്ങൾ മോഷ്ടിച്ച് 20 മാസം കഴിഞ്ഞിട്ടും കള്ളന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് വിശ്വാസികളും വൈദികരും ഭക്തസംഘടനാ ഭാരവാഹികളും ഉപവാസ കൂട്ട ധർണ നടത്തിയത്.
ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധ ധർണ നടത്തിയത്. അധികാരികളുടെ അനാസ്ഥ മോഷ്ടാക്കൾക്കുള്ള സ്വാധീനമാണെന്നും 20 മാസം കഴിഞ്ഞിട്ടും പോലീസ് പ്രതികളെ പിടികൂടാതിരിക്കുന്നത് പ്രതിഷേധാർഹമാണെന്നും പറഞ്ഞു. വികാരി റൂണ വർഗീസ് കശീശ ഉപവാസ കൂട്ടധർണ ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് വികാരി തിമത്യോസ് ജോയ് കശീശ, സെക്രട്ടറി ആൻഡോ ഡി ഒല്ലുകാരൻ, മഹിളാ സമാജം പ്രതിനിധി ഹണി ലാസർ, വിമൻസ് യൂത്ത് അസോസിയേഷൻ പ്രതിനിധി ഷിൻസി നിയോ, സ്മിത ഡോൾഫി, ഷാബി ഷാജൻ, സാബു EP, സാധു സംരക്ഷണ നിധി ഗജാൻജി, തിമോത്തി MJ, ഡോൾഫി പോൾ, CK ജോൺസൺ, ഷാജൻ TT, ML ജോർജ് എന്നിവർ പ്രസംഗിച്ചു. പലപ്പോഴും ഹൃദയം കലങ്ങിയിരിക്കുന്ന ഇടവക ജനമായിട്ടാണ് പറവട്ടാനി മാർ അദ്ദാസ്ലിഹ പള്ളി ഇവിടെ ഇപ്പോൾ നിൽക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് ഒരു അസിസ്റ്റന്റ് വികാരി എന്ന നിലയിൽ തോന്നുന്നു. ഇടവകയിൽ തന്നെ പലരും ഇതിനെ എതിർക്കുന്നത് എന്തിനേറെ പറയുന്നു, തലേ ദിവസം പോലും എന്തിന് വൈദികർ ഇതിനു വേണ്ടി നിൽക്കുന്നു, അവർ അവരുടെ ഇഷ്ടത്തിന് ചെയ്യട്ടെ എന്ന് പറയുന്നത് ഭരണത്തിലിരിക്കുന്ന അല്ലെങ്കിൽ വളരെ വേണ്ടി ഇടവകയ്ക്കൊരു നഷ്ടം സംഭവിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ഇതിനോടൊപ്പം നിൽക്കേണ്ടവർ തന്നെ വൈദികർക്ക് ഇത് എന്തിന്റെ ആവശ്യമാണ്, ഞങ്ങളുടേതായ ഇഷ്ടങ്ങൾ നടക്കും, ഞങ്ങൾക്ക് മതിയായ രേഖകൾ തന്നിട്ടില്ല, ഞങ്ങൾക്ക് അങ്ങനെ ചെയ്തിട്ടില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് തൊടുന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് അവിടെ നിഷേധിക്കപ്പെടുന്നത് നീതിയാണ് എന്ന് തിരിച്ചറിയാതെ ചിന്തിക്കുന്നവർ പ്രവർത്തിക്കുന്നവർ നമ്മളെ കളിയാക്കി വിടാണ് ചെയ്യുന്നത്. അതൊക്കെ വിട്ട് കളയാൻ പറഞ്ഞിട്ട് നമ്മുടെ പൂർവികരെ അല്ലെങ്കിൽ ഓരോ കുടുംബത്തിൽ നിന്നും 300 രൂപ പിരിവിട്ട് കോൾ ബേർഡ്സ് കളക്റ്റീവിന്റെ ചിത്ര പ്രദർശനം ഏപ്രിൽ 30 മുതൽ മെയ് 7 വരെ ലളിതകലാ അക്കാദമിയിൽ. തൃശൂർ പൊന്നാനി കോൾ നിലങ്ങളിലെ ജൈവ വൈവിധ്യവും കാർഷിക വൈവിധ്യവും കാർഷിക പൈതൃകവും വിളിച്ചോതുന്ന 100-ലധികം ഛായാഗ്രാഹകരുടെ 200-ലധികം ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. മെയ് 1 ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ജില്ലാ കളക്ടർ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ഗോപിക വാര്യർ, വിനി ആന്റോ തെറ്റയിൽ, രാഹുൽ ശങ്കർ, മനോജ്, KS സുബിൻ എന്നിവർ പങ്കെടുത്തു. പീച്ചി ഡാം ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസിന് മുകളിലേക്ക് വലിയ മരക്കം പൊടിഞ്ഞു വീണ് ബസിന്റെ മുകൾ ഭാഗം തകർന്നു. പീച്ചി ഡാം റൂട്ടിൽ സർവീസ് നടത്തുന്ന മോൻസി ബസിന് മുകളിലാണ് മരം വീണത്. ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വാർത്തകൾ തുടരുന്നു. കോടതി ഉത്തരവ് ലംഘിച്ച് വീട്ടിൽ അതിക്രമിച്ചു കയറിയ കേസിൽ പ്രതി റിമാൻഡിൽ. കൊറ്റനല്ലൂർ കരുവാപ്പടി ഗ്രിനീഷ് എന്നയാളെയാണ് ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവസ്ഥലത്തിനടുത്തു നിന്നാണ് ഗ്രിനീഷിനെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ആളൂർ പോലീസ് സ്റ്റേഷൻ SI അഫ്സൽ, സാബു, സുമേഷ്, ASI രജീഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ മന്നാസ്, ആകാശ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. കല്ലുകൊണ്ട് എറിഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി റിമാൻഡിൽ. അന്തിക്കാട് വെളുത്തേടത്ത് രാമചന്ദ്രൻ എന്നയാളുടെ വീടിന് മുന്നിലെത്തി അസഭ്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കരിങ്കല്ല് കഷ്ണങ്ങൾ എടുത്ത് എറിഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിനാണ് മാങ്ങാട്ടുകര സ്വദേശി വട്ടുകുളം വീട്ടിൽ പ്രശാന്തനെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. അന്തിക്കാട് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്തു. 3 അടിപിടി കേസുകളിലും അശ്രദ്ധമായി വാഹനമോടിച്ച് മറ്റൊരാൾക്ക് ഗുരുതര പരിക്കുണ്ടായ കേസിലും ലഹരിക്കടിമപ്പെട്ട് പൊതുജന ശല്യമുണ്ടാക്കിയതിനും ഇയാൾക്കെതിരെ കേസുണ്ട്. അന്തിക്കാട് ബാറിനു സമീപം യുവാക്കളെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 4 പേർ റിമാൻഡിലേക്ക്. വലപ്പാട് കണ്ണൂർ തമ്പാടി അനക്കത്തിൽ സുധീഷ് ഇവരെ മർദ്ദിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് വേളോത്ത് വിഷസ്, അന്തിക്കാട് പ്രത്യൂഷ്, കാഞ്ഞാണി വിഷ്ണു, തണ്ടാശ്ശേരി വീട്ടിൽ ആനന്ദൻ എന്നിവരെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സരിൻ AS, സബ് ഇൻസ്പെക്ടർ സുബിൻ, ASI അബ്ദുൾ നാസർ, സിവിൽ പോലീസ് ഓഫീസർമാരായ അനൂപ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊഴിൽ പൂരം അഭംഗുരമായി തുടരുമെന്ന് മന്ത്രി കെ രാജൻ. ജില്ലയിൽ ഈ വർഷം 50,000 പേർക്ക് തൊഴിൽ നൽകുമെന്ന് TM തോമസ് ഐസക്.
പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ വിശുദ്ധ മാർ അബിമലക് തിരുമേനിയുടെ 80ാം ഓർമ്മ തിരുനാൾ ഏപ്രിൽ 30, മെയ് 1 തീയതികളിൽ ആഘോഷിക്കുമെന്ന് മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പോലീത്ത. ആശാവർക്കർമാർക്ക് സിവിൽ സമൂഹം എല്ലാ മാസവും 1000 രൂപ ഓണററിയം നൽകുന്ന ചടങ്ങ് മെയ് 1 സാറ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. ഔഷധിയും തൃശൂർ പ്രസ് ക്ലബ്ബും സംഘടിപ്പിക്കുന്ന വീരനാട്യം കൈക്കുട്ടിക്കളി ഏപ്രിൽ 29 പൂരപ്രദർശന നഗരിയിൽ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.